പിന്നെ എളുപ്പമുണ്ടാക്കുന്നൊരു പലഹാരം ഉണ്ടാക്കിയെന്ന് അരി ഒരു പിടി പച്ചരി അരച്ചിട്ട് അതിൻ്റെ ഒന്ന് വെച്ചാൽ കുറച്ച് ചോറ് കൂട്ടിയിട്ട് അരച്ചതാണ്. പിന്നെ കുറച്ച് പൊടിയും അപ്പപ്പൊടി നൈസായ പൊടി അതും കൂടി കുഴച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ ആവിക്കൊന്നും വെക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എരിയും വേണ്ട, ആവിക്കും വെക്കണ്ട, ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു പലഹാരമാണ്. തേങ്ങയാണിത്. തേങ്ങ വേണം, കുറച്ച് പഞ്ചസാര ഇടുക, വെല്ലമായാലും മതി, പഞ്ചസാര ഇടുന്ന ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. എന്താ ഉണ്ടാക്കി വെച്ച് ഇതൊക്കെ പഞ്ചസാര ഇട്ടിട്ട് കുഴച്ചിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഏലക്കായ് വേണമെങ്കിൽ അത് ഇടാം, ഇഷ്ടമുള്ളതിലിടാം. കുറച്ച് പൊടിച്ചിട്ട് ഏലക്കായ് ഇട്ടാലും നല്ല സ്വാദം ഉണ്ടാകും. പഴം വേണമെങ്കിൽ അത് ഇടാം, ലാവൽ വേണമെങ്കിൽ അത് ഇടാം. എല്ലാം ഇതിൽ നമുക്ക് പറ്റുന്ന എല്ലാം ഇതിലിടാം. എന്നാ വെച്ചാൽ നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കവറ് എടുത്താലും മതി. ഇതിൽ വെച്ച് നമുക്ക് പരത്താം. ഒരുപാട് പരത്തണ്ടേ, കുറച്ച്. അത്രയേ വേണ്ട. കവറോടുകൂടെ ഞാനൊരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ടാണ് കവറോടുകൂടെ അങ്ങ് മടക്കിയാൽ മതി. എൻ്റെ സൈഡിൽ വരെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതാ ഉണ്ടല്ലേ, ഇതൊന്ന് ഇങ്ങനെ ഒന്നമർത്ത് കൊടുത്താൽ മതി. ദോശക്കല്ല് വെക്കുന്നതല്ലേ, ഉണ്ടായിട്ടാകുമ്പോൾ കൊള്ളൂലല്ലോ അതിന്. റെഡിയായി. പെട്ടെന്ന് അത്രയും സമയം വേണ്ടു. നമുക്ക് അരിപ്പൊടിയെല്ലാം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് കുഞ്ഞാക്ക് ബേക്കറി പ്രകാരം കൊടുക്കാണ്ട് ഇങ്ങനത്തെ എല്ലാം ആക്കിയാൽ അവർ തിന്നും ചെയ്യും ചൂടോടെ. അത്രയും സമയം വേണ്ടു. കണ്ടില്ലേ, ഇത് നല്ല പരത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ പലഹാരത്തിൻ്റെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ദോശക്കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുത്താൽ മതി. കൈക്കെണ്ണയോ കുറച്ച് എണ്ണ തൊട്ടിട്ട് അങ്ങനെ പരത്തി കാണിച്ചു തരാം. അത് അങ്ങനെ ദോശക്കല്ല് വെച്ചു, ദോശക്ക് തരം പോലെ എണ്ണ തടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എടുത്ത് വെച്ചിട്ട് തന്നു കൈക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ നല്ല രുചിയാണ് തിന്നാൻ. ഇതിൻ്റെ ഇത്രയേ വേണ്ട. ഒന്നോ രണ്ടോ മൂന്നെല്ലാം വെക്കയിൽ രണ്ടെണ്ണം വെച്ചിട്ടാണിപ്പോൾ. മൂന്നെണ്ണം വെച്ചാൽ സ്ഥലം തരില്ല. ചെറുതാക്കുന്നുണ്ടെങ്കിൽ നിറയെ വെക്കാം. ഇങ്ങനെ കുറച്ചും കൂടി ചെറുതാക്കിയാൽ ഒന്ന് മറിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മൂടി കൊടുക്കാം. പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് സമയം വേണ്ട, പെട്ടെന്നാവും ചെയ്യും. അധികം സമയമൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ എണ്ണ തൊട്ടിട്ട് ഇങ്ങനെ തടാം. നമ്മളെ അടിപൊളി പലഹാരമായിട്ടുണ്ട്. ഇതാ ഉണ്ടല്ലേ, നല്ല മരുന്ന്. ഒന്ന് തിന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സ്വാദ് പറയണം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഞാനിതൊരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ചിട്ടാണ്. ചൂടോടെ എത്ര തിന്നാലും ഇത് മതിയാവില്ല, എണ്ണം പറയാൻ കഴിയില്ല. ഇത് അത്ര നല്ല രുചിയായത്. ഇല എഴുതണ്ട, പെട്ടെന്ന് നമുക്ക് കുഴച്ചുണ്ടാക്കിയിട്ട് ബേക്കറി പലഹാരമെല്ലാം വാങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഇതെല്ലാം പെട്ടെന്ന് അത്രയും സമയം വേണ്ട, ഒരുപാട് സമയം ഇതിന് വേണ്ടേ വേണ്ട. അല്ലേ, വീട്ടിലുള്ള സാധനത്തോണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്.
ബേക്കറി പറ്റുന്നത്ര ആവുന്നത്ര ഒഴിവാക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെ കെണിയിലാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക. ഇത് മധുരം വേണ്ടാത്തവർക്ക് മസാല പോലെ ഒന്ന് ക്യാരറ്റോ ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് മസാല പോലെ ആക്കി അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അത് അങ്ങനെ ആക്കാം. മധുരം വേണ്ടാത്തവർക്ക് സമൂസ എല്ലാം ആക്കുന്ന മാതിരി അതിൻ്റെ കൂട്ടാക്കിയിട്ട് ഇതിൽ നിറച്ചാൽ മതി. മധുരം വേണ്ടെങ്കിൽ എന്നാലും നല്ല രുചിയാണ്. ഇങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇരയാക്കിയാലും കരിഞ്ഞു പോവുകയില്ല. കുറച്ച് എണ്ണ തടി കൊടുത്താൽ കരിഞ്ഞു പോവുകയില്ല. അങ്ങനെ തീ കുറച്ച് വെച്ചാൽ മതി. ആദ്യം കുറച്ച് കൂട്ടി വെച്ച് പിന്നെ നല്ല ചൂടാകുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി. കരിയുകയില്ല. ഇല കരിയില്ല. എണ്ണ ഇങ്ങനെ തടവി കൊടുത്താൽ ഇതുപോലെ ആക്കാം. ഇല ഉണ്ടെങ്കിൽ ഇല വെച്ചിട്ട് ഇതുപോലെ ആക്കാം. ഇത് കാണിക്കാൻ വേണ്ടി മാത്രം എന്താക്കി ഞാൻ ഇലയില്ലാതാക്കുക. അങ്ങനെ ആക്കുക. ഇല ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ല പരത്തിയെടുക്കുക നന്നായിട്ട്. അല്ലേ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൊടുക്കണം. നല്ല പലഹാരമാണ്. ഒരു മായമോ ഒന്നുമില്ലാത്ത പലഹാരം കുഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ.